എന്താണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കുറച്ച് കാലങ്ങളായിട്ട്? ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് ഇന്ത്യയിലെ കേരളം. 99.5% നമ്മുടെ സാക്ഷരത. എന്നാലോ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്താൻ കംഫർട്ടബിളായ സംസ്ഥാനമാണ് കേരളം. ഈ വിദ്യാഭ്യാസം കൂടിയതിൻ്റെ പ്രശ്നമാണോ എന്നാണ് എനിക്ക് ഡൗട്ട്. എല്ലാവർക്കും അറിഞ്ഞു കാണും, റോയൽ ഡ്രൈവ് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ റോയൽ ഡ്രൈവിന് എനിക്ക് തോന്നുന്നത്, ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ വിരാട് കോഹ്ലിയുടെ ലംബോർഗിനി വാങ്ങിയിട്ട് അത് വലിയ രീതിയിൽ ന്യൂസൊക്കെ ആയിരുന്നു. പുള്ളിയാണ് ഈ റോയൽ ഡ്രൈവാണ് വാങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെയാണ് പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ റോയൽ ഡ്രൈവിലാണ് 102 കോടിയുടെ ED തട്ടിപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് കോഴിക്കോട് ഷോറൂമിൽ തകൃതിയായിട്ട് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കോഴിക്കോട് ഷോറൂമിലായാലും മലപ്പുറം, ട്രിവാൻഡ്രം, കൊച്ചി ഈ എല്ലാ ഷോറൂമിലും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 102 കോടിയുടെ തട്ടിപ്പ് കൺഫേം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റോയൽ ഡ്രൈവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സെക്കൻഡ് ഹാൻഡ് ലക്ഷറി കാർസ് വിൽക്കുന്ന ഷോറൂമാണ്. അവർ പെട്ടെന്നാണ് ഫേമസ് ആയത്. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ അവർ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പല സെലിബ്രിറ്റീസും ഇത് വാങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കാർ വാങ്ങുന്നത് കണ്ടിട്ടുണ്ട്. പല വ്യവസായ പ്രമുഖരും അവരിൽ നിന്ന് വണ്ടി വാങ്ങുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, വാഹനവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന എല്ലാ ഐ തിങ്ക് 99% യൂട്യൂബേഴ്സും ഷോറൂമിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മുടെ ലക്ഷറി കാർസിൻ്റെ ഷോറൂമിനേക്കാളും BMW, ഓഡിയോ, ലംബോർഗിനിയോ ആ രീതിയിലുള്ള അവരെ ഷോറൂമിൽ പോകുന്നതിനേക്കാളും ഫെസിലിറ്റീസും ആ ഒരു ലക്ഷറി ഫീലും ആ ഷോറൂമിൽ നമുക്ക് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രയും ആ രീതിയിലാണ്. ഇപ്പോൾ എനിക്കറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടും അവിടുന്ന് വണ്ടി എടുത്തിരുന്നു. സർവീസും കാര്യങ്ങളൊക്കെ അവർ ഒരു കസ്റ്റമർ സർവീസും പെരുമാറ്റവും അവരുടെ ഡീലിങ്ങും എല്ലാം പെർഫെക്റ്റാണ്. പക്ഷെ അതിൻ്റെ ബാക്കിൽ ഇതേപോലുള്ള തട്ടിപ്പും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പല പ്രമുഖരും കുടുങ്ങുന്നതാണ് അറിയുന്നത്. നമുക്കറിയുന്ന പോലെ പൃഥ്വിരാജ് അതിന് ശേഷം ഈ വിരാട് കോഹ്ലിൻ്റെ ആ ഒരു ഇതിന് ശേഷം ന്യൂസിന് ശേഷം നമ്മൾ ഫേമസ് പെട്ടെന്നൊരു ന്യൂസ് എല്ലാവരും ശ്രദ്ധിച്ചത് പൃഥ്വിരാജ് ലംബോർഗിനി ഉറൂസ് വാങ്ങിയത് അവിടെ നിന്നായിരുന്നു, സെക്കൻഡ് ഹാൻഡ്. അപ്പോൾ എനിക്കൊന്ന് പൃഥ്വിരാജൊന്നും അങ്ങനെയുള്ള തട്ടിപ്പിന് കൂട്ട് നിൽക്കുന്ന ഒരാളല്ല. വ്യക്തിപരമായിട്ട് നമുക്കൊരു പേഴ്സണാലിറ്റി പുള്ളിയുടെ നമുക്ക് സോഷ്യൽ മീഡിയയിലും അവർ പല ഇൻ്റർവ്യൂസിലും കണ്ടത് അനുസരിച്ചിട്ട് പല ആൾക്കാരും പറയുന്നതനുസരിച്ചിട്ട് എനിക്ക് വ്യക്തിപരമായി ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. സിനിമാ നടനായിട്ടും ഒരു വ്യക്തിപരമായിട്ടും പേഴ്സണാലിറ്റി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിയൊന്നും അതിന് കൂട്ടി വെക്കും നമുക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി ആദ്യം എടുത്ത വണ്ടി ലംബോർഗിനിയുടെ ഒരു സ്പോർട്സ് വണ്ടി എടുത്തിരുന്നു. അതിന് പുള്ളി 50 ലക്ഷം രൂപ ടാക്സ് അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ന്യൂസിൽ ആ സമയത്ത് വളരെ വലിയ രീതിയിൽ ന്യൂസായിട്ടുണ്ടായിരുന്നു. പല നടന്മാരും തട്ടിപ്പ് നടത്തുന്ന സമയത്ത് പൃഥ്വിരാജ് 50 ലക്ഷം രൂപ ടാക്സ് അടിച്ചിട്ടാണ് ലംബോർഗിനി ഇറക്കിയത്. അതിനുശേഷം തോന്നുന്നു എനിക്ക് ഈ സ്പോർട്സ് ലക്ഷറി കാർ കൊടുത്തിട്ടാണ് പുള്ളി ലംബോർഗിനിയുടെ ഉറൂസ് അവരിൽ നിന്ന് വാങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അറിയില്ല, നമുക്ക് പല സെലിബ്രിറ്റീസും കുടുങ്ങുമെന്ന രീതിയിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നില്ല പൃഥ്വിരാജ് ബോച്ചയൊക്കെ വാങ്ങിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജൊന്നും ഇതിന് കൂട്ടുവെക്കുന്നു എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അപ്പോൾ അവർ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ ഇഷ്യൂ പ്രധാനമായിട്ട് കണ്ടെത്തിയത് ഇവർ ലക്ഷറി കാർ ഇവരെ ഇടപാടൊന്നും ബാങ്ക് ത്രൂ അല്ല, ക്യാഷ് പേയ്മെൻറ്റ്, ഡയറക്റ്റ് ക്യാഷാണ് പേയ്മെൻറ്റ്. ബാങ്ക് ത്രൂ ഒരു ഇടപാടും നടത്തുന്നില്ല. ഇവർ വണ്ടി സെലിബ്രിറ്റീസോ ക്രിക്കറ്റേഴ്സൊക്കെ ഇവർ വണ്ടി വാങ്ങിയതിന് ശേഷം 2-3 വർഷം യൂസ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. അത് അവർ തിരിച്ചു വാങ്ങുകയാണ്. അത് ആ ഒരു ഡയറക്റ്റ് ക്യാഷ് കൊടുത്തിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ബാങ്ക് ത്രൂ അല്ല. ഇപ്പോൾ ലീഗലായിട്ടല്ല ചെയ്യുന്നത്. അതാണല്ലോ കള്ളപ്പണ ഇടപാട്. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ട്രാൻസാക്ഷൻ കണ്ടിട്ടാണ് EDക്ക് ഡൗട്ട് തോന്നിയിട്ടാണ് അവർ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങിയതും റെയ്ഡ് നടത്തിയതൊക്കെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ കണ്ടിരുന്നു, ഒരു 5-6 ദിവസം മുമ്പ് അമ്മയുടെ പ്രോഗ്രാം കഴിഞ്ഞിരുന്നു, അമ്മയുടെ ജനറൽ ബോഡി യോഗം. അതിൽ പുള്ളിക്ക് അവാർഡ് കൊടുക്കുന്ന ഫോട്ടോസൊക്കെ വന്നിരുന്നു. അവരൊരു സ്പോൺസറായിരുന്നു തോന്നുന്നു ആ പ്രോഗ്രാമിൻ്റെ. അപ്പോൾ ഈ സിനിമാക്കാരും ചിലപ്പോൾ അതിൻ്റെ നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട്. കാരണം 2 ഭാഗവും നമ്മൾ നോക്കണം. കാരണം ഇവർ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ കുടുങ്ങിയവർ നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. തട്ടിപ്പിൽ പെട്ടിട്ട് അവർ ഏതെങ്കിലും സെലിബ്രിറ്റീസോ പ്രശസ്തരായ ആൾക്കാരോട് എന്തെങ്കിലും ഒരു ഫോട്ടോ അതിന് മുമ്പ് അവരെടുത്തിട്ടുണ്ടെങ്കിൽ ആ സെലിബ്രിറ്റിയും കൂടി കുടുങ്ങുന്ന കേസ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ആൾക്കാരായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്പോൺസർഷിപ്പിൽ ഇത് നമ്മൾ ആ ഡീല് നടത്തുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഉപഹാരം കൊടുക്കുന്ന ഒരു ഫോട്ടോ പുറത്ത് വന്നിരുന്നു അമ്മയുടെ മീറ്റിങ്ങിൽ. ഈ മുജീബ് റഹ്മാൻ എന്നാണ് ഈ പുള്ളിയുടെ പേര്, റോയൽ ഡ്രൈവ് ഓണറിൻ്റെ പേര്, മലപ്പുറംകാരനാണ്.
പുള്ളിക്കൊരു ഉപഹാരം കൊടുക്കുന്ന ഫോട്ടോസൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കണം ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നിച്ച് കൂട്ടുന്ന സമയത്ത് ഇവരെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം. ഇങ്ങനെയുള്ള തട്ടിപ്പുകാരായിട്ട് കൂടെ നിൽക്കുമ്പോഴാണ് പല ഇഷ്യൂസ് ഈ സെലിബ്രിറ്റീസിനും വരുന്നത്. ഇതിൽ ഉൾപ്പെടാത്ത സെലിബ്രിറ്റീസിനും കൂടി ഇഷ്യൂ ആവുന്നത്. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് കാണാം ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് ഈ നികുതി തട്ടിപ്പൊക്കെ നടത്തി സർക്കാരിനെ പറ്റിച്ച്. പക്ഷെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു ന്യൂസ് ചാനലും ഇത് ഒരു ന്യൂസാക്കിയിട്ട് കാണുന്നില്ല. കാരണം ബാക്കിയുള്ള തട്ടിപ്പുകാരെ പോലെ അല്ല ഇങ്ങനെ അത്യാവശ്യം ഹോൾഡുള്ള ഒരാളാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു ന്യൂസ് ചാനലും, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ചാനലിലും ഇത് എനിക്കൊരു ന്യൂസായിട്ട് കാണുന്നില്ല. അപ്പോൾ നോക്കാം ഇത് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് മുമ്പിലോട്ട് വരുന്നത്. എത്ര വലിയ തട്ടിപ്പുകാരാണെങ്കിലും ഇത് പുറത്തു കൊണ്ടുവരണം. ഇത് സർക്കാരിനെ പറ്റിച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ അത് പുറത്തു കൊണ്ടുവരണം. ED തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ജനശ്രദ്ധ വേണം ഈ ന്യൂസിന്, എന്നാലേ ഒന്നും കൂടി സ്ട്രോങ് ആവുള്ളൂ. ഈ സെലിബ്രിറ്റീസ് ഒന്ന് ശ്രദ്ധിക്കുക, ഇവർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ട് കൂട്ടുകൂടുന്ന സമയത്ത്. കാരണം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരും ഇതിൽ പിന്നെ ഒരു ഫോട്ടോൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥ വരും. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് കാണാം എന്തൊക്കെ നടക്കുന്നു, ആരുടെ പേരൊക്കെ പുറത്ത് വരും നമുക്ക് കാണാം.